ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവരുടെ ശക്തിയുടെ കാരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 38-ാം വാക്യം. നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയി ആക്കുവാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ദൈവം ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്തുകയും മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്ത ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ അവർ കാനാൻ ദേശം അവകാശമാക്കും. അവർ 7 രാഷ്ട്രങ്ങളെയും 31 രാജാക്കന്മാരെയും കീഴടക്കുകയും അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം സഞ്ചരിച്ച ദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൈവശപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. അതിനായി അവരെ ശക്തരും ധീരരുമാക്കാൻ കർത്താവ് തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ മുൻപാകെ നമ്മുടെ സ്വർഗീയ കനാനുണ്ട്. പുതിയ യെരുശലേം, സിയോൻ പർവ്വതം, നിത്യ സ്വർഗരാജ്യം. ഇത് അവകാശമാക്കാൻ നമ്മെ തടയാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ എല്ലാ ശക്തികളെയും നാം ജയിക്കണം. സ്വർഗീയ മണ്ഡലത്തിലെ ദുഷ്ടാത്മാക്കളുടെ സൈന്യത്തിനെതിരെ നാം യുദ്ധം ചെയ്യുകയും ജയിക്കുകയും വേണം. നാം സാത്താനേക്കാൾ ശക്തരായിരിക്കണം. അവനെ ബന്ധിക്കണം. അവൻ മോഷ്ടിച്ചവ തിരികെ എടുക്കണം. അവരെ ശക്തിപ്പെടുത്താൻ കർത്താവ് ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നയിച്ചു. അടിമകളായിരുന്നപ്പോൾ അവർ ലോകത്തിലെ ഭക്ഷണം ഭക്ഷിച്ചിരുന്നു. എന്നാൽ മരുഭൂമിയിൽ അവൻ അവർക്ക് ദൂതന്മാരുടെ ഭക്ഷണം നൽകി. സ്വർഗത്തിൽ നിന്നുള്ള മന്ന അവൻ അവരെ കാട്ടുപോത്തിനെ പോലെ ശക്തരാക്കി. തിരുവെഴുത്ത് പറയുന്നു, ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന്റെ തുല്യമായ ബലം അവനുണ്ട്. ശത്രു ജാതികളെ അവൻ തിന്നുകളയുന്നു. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രമേത് അവരെ തുളയ്ക്കുന്നു എന്ന്. ഇത് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ മൃഗങ്ങളിലും കാട്ടുപോത്ത്, അതായത് കാണ്ടാമൃഗം, അതിന്റെ അപാരമായ ശക്തിക്ക് പേരുകേട്ടതാണ്. ഒരു സിംഹത്തിനോ കടുവയ്ക്കോ ആനയ്ക്കോ അതിനെ ചെറുക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ആ ശക്തമായ കാട്ടുപോത്തായി കാണുക. കർത്താവ് ഇതിനകം തന്നെ തന്റെ ശക്തമായ ശക്തി നിങ്ങളിലേക്ക് പകർന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കിടെ ദുർബലയായ ഒരു വൃദ്ധ വന്ന് ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകന് മുൻപിൽ മുട്ടുകുത്തി. വൃദ്ധയുടെ ശാരീരിക ബലഹീനത അവസ്ഥ കണ്ട് ദേവദാസൻ ചിന്തിച്ചു, ഈ വൃദ്ധയ്ക്ക് എങ്ങനെ അത്തരമൊരവസ്ഥയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും? എന്നാൽ ആ വൃദ്ധയുടെ ആന്തരിക സ്വഭാവം കാണാൻ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. അവൾ ഒരു ശക്തിയായ യോദ്ധാവായി തിളങ്ങുന്ന ജ്വലിക്കുന്ന വാൾ പിടിച്ച് ഒരു കാട്ടുപോത്തിന്റെ ശക്തിയാൽ നിറഞ്ഞു നിന്നു. ആ ആന്തരിക ശക്തിയിലൂടെ അവൾ ആത്മാവിന്റെ യുദ്ധം ചെയ്യുകയും ഇരുട്ടിന്റെ ശക്തികളെ ജയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളെ, നിന്നിലുള്ളവൻ വലിയവനാണ്. അവന്റെ ശക്തിയിൽ നീ ഒരു ശക്തനായ യോദ്ധാവാണെന്ന് വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനായുള്ള വാക്യം ആവർത്തന പുസ്തകം 33-ാം അധ്യായം 25-ാം വാക്യം. നിന്റെ ചെരുപ്പുകൾ ഇരുമ്പും വെങ്കലവുമായിരിക്കും. നിന്റെ ജീവകാലം പോലെ നിന്റെ ബലവും ഇരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 27, 28, 29 അധ്യായങ്ങൾ. വൈകുന്നേരം തീത്തോസ് 3-ാം അധ്യായം. ആമേൻ.